ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഡിഫറെൻറ്റ് കണ്ടൻറ്റാണ്. സോ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ച 2 ബുക്സിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ്, താങ്ങാവുന്ന വിദ്യാഭ്യാസം. ഈ ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയതിന് ശേഷം കുറച്ച് റിവ്യൂസും കുറച്ച് വീഡിയോസും കണ്ടിട്ട് വായിച്ചു തുടങ്ങിയ ബുക്കാണ്. വളരെ നല്ല ബുക്കാണ് കേട്ടോ. ലൈക്ക് നമ്മൾ ഒരു ബിസി ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ മറന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് നമ്മൾ നേച്ചറിനോട് എത്രമാത്രം ഡിറ്റാച്ച്ഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതേപോലുള്ള കുറച്ച് നല്ല ബുക്സ് വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളൊരു വേൾഡിൽ നമ്മളിങ്ങനെ എന്തിൻ്റെയോ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും പിന്നെ അത് കൂടാണ്ട് താങ്ങാവുന്ന വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ സത്തെന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡീപ്പ്. അത് നല്ല ഡീപ്പാണ്. അത് വായിച്ച് തന്നെ മനസ്സിലാക്കണം. ലൈക്ക് ഇതിനകത്ത് കുറച്ച് ഒരു 299 പേജസേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുന്നൊരു പുസ്തകമാണ്. എനിക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ തീർന്നു പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇതൊരു കഥ അല്ല, പക്ഷെ ഒരു കഥയുടെ രൂപത്തിൽ കുറേ പരമാർത്ഥങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ബുക്കാണ്. റൈറ്റിംഗ് ആൻഡ് ദ വേ ദേ കൺവൈഡ് ഇറ്റ് ഈസ് വെരി നൈസ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ഞാൻ ഈ ഇടെ വായിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്കായിട്ട് ഞാൻ പറയും താങ്ങാവുന്ന വിദ്യാഭ്യാസം. ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും വായിക്കുക. ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാനിത് ഓർഡർ ചെയ്തത് ഓൺലൈനായിട്ട് വാട്സപ്പിലൊരു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. ഇതിന് 395 റുപ്പീസാണ്. ഒരു 50 റുപ്പീസ് സംതിങ് കൊറിയറോ അങ്ങനെ എന്തോ വരും. പക്ഷേ ദിസ് ബുക്ക് ഈസ് വെരി ഗുഡ്. വായിച്ചിരിക്കേണ്ട ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. ഒരു കുട്ടിയെ വളർത്തുന്നതിനും അപ്പുറം നമ്മുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കായിട്ട് എനിക്ക് തോന്നി. വി ഫീൽ വെരി ഡിഫറെൻ്റ് ആഫ്റ്റർ അവർ പേഴ്സ്പെക്റ്റീവ്സ് വിൽ ചേഞ്ച്. അതെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനകത്തുനിന്ന് കണക്ട് ചെയ്ത് രണ്ടാമത് എനിക്ക് കിട്ടിയ ബുക്കാണ് ടോട്ടോ ചാൻ്റെ കഥ. ഇത് ഒരു മലയാള പരിഭാഷയാണ്, പക്ഷേ ഇത് വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ലൈക്ക് കുറച്ചേ ഉള്ളൂ ഈ ബുക്കും ഇതിൻ്റെ പോലെ തന്നെ ഒരു ഇതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയൊരു ബുക്കാണിത്. ഇതും വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ. അപ്പോൾ ഡു റീഡ് ദിസ്. ഈ 2 ബുക്സ് ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ്